നമ്മൾ ഓൾറെഡി എവിടെ വരെ പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം. എവിടെ വരെ പഠിച്ചു? സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചു, പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചു, പ്രസന്റ് പെർഫെക്റ്റ് പഠിച്ചു, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു, സിമ്പിൾ പാസ്റ്റ് പഠിച്ചു, പാസ്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഡിഡ് ആണ് ഓക്സിലറി. കഴിഞ്ഞു പോയ കാര്യങ്ങൾ പാസ്റ്റിൽ അത് കംപ്ലീറ്റ് ആയ പാസ്റ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തൻസീമ, അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു. അവിടെ വാസ് വേർ പ്ലസ് വെർബിന്റെ ING ആണ് അല്ലെ? വാസ് വേർ പ്ലസ് വെർബിന്റെ ING ആണ് ഉപയോഗിക്കുക. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളാണ്, പാസ്റ്റിലെ രണ്ടെണ്ണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിച്ചു. സാധാരണ രീതിയിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്ഷൻസ് പറയാനാണ് വാസും വേറും വെച്ചിട്ടുള്ള പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ രണ്ട് സെന്റൻസ് പാറ്റേൺസ് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വെൻ ദ ഫോൺ റാങ് ഷീ വാസ് സ്റ്റഡിങ്. അതുപോലെ വെൻ ഹിസ് ഫാദർ കെയിം ഹി വാസ് പ്ലേയിങ് ഫുട്ബോൾ. പിന്നെ വേറൊരു പാറ്റേൺ ആണ് വൈൽ ഐ വാസ് സ്റ്റഡിങ് ഷീ വാസ് പ്ലേയിങ് മ്യൂസിക്, വൈൽ ഐ വാസ് ഡ്രൈവിംഗ് ഹി വാസ് സ്ലീപ്പിംഗ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒന്ന് SP പ്ലസ് PC പാറ്റേൺ ആണ്. അതായത് വെൻ ദ ഫോൺ റാങ് ഷി വാസ് സ്റ്റഡിങ്, ബെല്ലടിച്ചപ്പോൾ അത് SP ആണ്. ഷി വാസ് സ്റ്റഡിങ്, അവൾ പഠിക്കുകയായിരുന്നു. ഇതൊരു PC ആണ് അല്ലേ? യെസ്. പിന്നെ പാറ്റേൺ 2, the actions, sorry, two actions which were going on at the same time in the past. While I was studying, she was playing music. ഞാൻ പഠിക്കുന്ന സമയത്തോട് പാട്ട് കേൾക്കായിരുന്നു. രണ്ടും തുടർച്ചയായ പ്രവൃത്തികൾ. While I was driving, he was sleeping. അതിന് നമ്മൾ PC പ്ലസ് PC എന്നാണ് പറയാം. ഈ രണ്ട് പാറ്റേൺസുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. കുറേയേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോണില്ല. ഇനി ഇന്നത്തെ ഇതിലേക്ക് വരാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാഡ് വെച്ചുകൊണ്ട് പറയുന്ന ടെൻസ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിൽ എന്തായിരുന്നു? ഹാസ് അല്ലെങ്കിൽ ഹാവ് ആയിരുന്നു. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, ഹാഡ്. ടു റെഫർ ടു ദ ഏർലിയർ ഓഫ് ടു പാസ്റ്റ് ആക്ഷൻസ്. രണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ആദ്യത്തേത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെൻസ് പൊതുവെ ഉപയോഗിക്കുക. ഏറ്റവും കൂടുതൽ PSC ടെൻസിന്റെ ഭാഗത്ത് ചോദിച്ച ചോദ്യം ഇതാണ്. അതായത് രണ്ട് ആക്ഷൻസ് ഉണ്ട്. രണ്ട് ആക്ഷൻസും എന്താണ് കഴിഞ്ഞത്? ഇതും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. അതിൽ ആദ്യം കഴിഞ്ഞത് ഇതാണ്, ഇത് പിന്നീട് കഴിഞ്ഞതാണ്. ആദ്യം കഴിഞ്ഞ ആക്ഷൻ നമ്മൾ എപ്പോഴും PP-യിലാണ് പറയുക, പാസ്റ്റ് പെർഫെക്റ്റിൽ പറയും. അതായത് ഈ പറഞ്ഞ ഹാഡ് വെച്ച് പറയും. പിന്നെയുള്ളത് SP-യിൽ പറയും. നോക്കിയ വെൻ വി അറൈവ്ഡ്, ഞങ്ങൾ എത്തിയപ്പോഴേക്കും ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ്, സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതാ ആദ്യം നടന്നത്? സിനിമ തുടങ്ങിയതാണ്. അപ്പൊ സിനിമ തുടങ്ങിയത് PP, പാസ്റ്റ് പെർഫെക്റ്റ്. വെൻ വി അറൈവ്ഡ്, ഞങ്ങൾ എത്തിയത് രണ്ടാമത്തെ കാര്യം, അത് SP. അതേപോലെ തന്നെ അല്ലേ വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോഴേക്ക് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിലെത്തിയത് രണ്ടാമത്തെ കാര്യമാണ്, അത് SP. ട്രെയിൻ പോയത് ആദ്യം പോയി, അപ്പോൾ അത് PP. ഇതേ സംഗതികൾ മറ്റു രൂപത്തിൽ എഴുതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. വെൻ വി അറൈവ്ഡ് ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ് എന്നുള്ളത് വേണമെങ്കിൽ ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ് ആദ്യം പറഞ്ഞിട്ട് ബിഫോർ വി അറൈവ്ഡ് ഇങ്ങനെയും പറയാം. അതായത് വെന്ന് ചേർത്ത് പറയാതെ ബിഫോർ ചേർത്തും പറയാം. ഇവിടെ കണ്ടോ, വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നുള്ളത് ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച് ദ സ്റ്റേഷൻ. ഈ പാറ്റേണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം. ജനിച്ചൊക്കെ എത്തി ചോദിക്കണ്ട ഉണ്ടോ? ചോദിച്ചു, ധൈര്യമായിട്ട് ചോദിച്ചോ. ഡൗട്ടുള്ളവർ ചോദിച്ചു. ഇന്ന് കുറച്ച് പേരധികം വന്നിട്ടുണ്ട് അല്ലേ? യെസ്. ഇതിൽ പാസീവ് ടൈപ്പ് വരുമോന്ന് അതിനെന്താ, വരാലോ. പാസീവിലും ചോദിക്കാം. പാസീവായിട്ടും ചോദ്യം വരാം.
ഉദാഹരണം ഇതിലിപ്പോൾ ഏതെടുക്കുക? ക്രിയേറ്റ് നോട്ട് എന്ന് പറഞ്ഞ സാധനം എടുത്താൽ പണി കിട്ടുമോ? ഒരു പേജ്. ഉദാഹരണം എന്താ ഒരെണ്ണം തരാം. when we reached the spot, the bike dash stolen. Has stolen. Has been stolen. Had been stolen. അത് കുറച്ചുകൂടെ കൺഫ്യൂഷൻ വരണമെങ്കിൽ ഈ ഓപ്ഷൻ മാറ്റണം. ഹാഡ് സ്റ്റോളൻ. ഏതാ ശരി ഉത്തരം? നമ്മളിപ്പോ പറഞ്ഞ റൂള് പ്രകാരം നോക്കുകയാണെങ്കിൽ എന്താ? വെൻ വി റീച്ച് ദ സ്പോട്ട്, ഞങ്ങൾ സ്പോട്ടിൽ എത്തിയപ്പോഴേക്കും. അപ്പൊ ഞങ്ങൾ എത്തി, അത് രണ്ടാമത്തെ കാര്യമാണ്. അതുകൊണ്ട് ഇത് എസ് പി ആണ്. ഓക്കെ, ഇത് എസ് പി ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും വേറൊന്നും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു പി പിക്ക് സാധ്യതയുണ്ട്. പി പിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാ? ഹാഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ആദ്യം ഉത്തരത്തിലേക്ക് ഓടിയാ ഹാഡ് സ്റ്റോളൻ. പ്രിൻഷ, ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ട്? ബൈക്ക് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആണ് ഇവിടെ ഈ സെന്റൻസിൽ, അല്ലേ? ഈ സബ്ജക്റ്റായ ബൈക്കിന് ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ? ഒരു മനുഷ്യനാണോ? സ്വയം മോഷ്ടിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അത് മോഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ നമ്മൾ അതിനെ പാസീവ് വോയിസ് ആയിട്ടല്ലേ കരുതുക. ഹാഡ് വേണം, പക്ഷെ അത് പാസീവ് വോയിസ് ആയിരിക്കണം. അപ്പൊ ഹാർഡാണെങ്കിലും ഹാസ് ആണെങ്കിലും ഹാവ് ആണെങ്കിലും പാസീവ് വോയിസിൽ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബീൻ ഉണ്ടാവും, പ്ലസ് V3 ആയിരിക്കും. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? Got it? ഇനി മനസ്സിലാവും? ഇനി വേണോ? വേറെ എക്സാമ്പിൾ വേണോ? വർത്തരാം. അല്ല, സുജിക്കാണോ സംശയമുള്ളത്? തരാം.
When I reached the school, the bell had been rung. അതിൽ വേറെ പ്രശ്നമുണ്ട്. പ്രിൻസ് ഈ ബെല്ലിന്റെ കേസില്ലേ അത് ആക്റ്റീവിൽ പറയാം, അങ്ങനെ കുഴപ്പമുണ്ട്. അത് ബെൽ ഹാഡ് റങ് എന്ന് പറയാം. ബെല്ലടിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ബെൽ റങ് എന്ന് പറയില്ലേ, ദ ബെൽ റാങ്. അത് ബെല്ല് അത്തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ബെല്ലിന്റെ കേസിൽ പാസീവ് എഴുതണമെന്ന് നിർബന്ധമില്ല. പാസീവ് ഉണ്ടെങ്കിൽ പാസീവാണ് കൂടുതൽ ശരി, പാസീവ് ഇല്ലെങ്കിൽ ആക്റ്റീവിലും പറയാം. അത് ബെല്ലിന്റെ പ്രത്യേകതയാണ് കേട്ടോ. വെയില്, മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ മഴ ജീവനുള്ള ഒരു സാധനമാണോ? പക്ഷെ മഴ പെയ്തു എന്നല്ലേ നമ്മൾ പറയാ. ബെല്ലടിക്കുക, മഴ പെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പാസീവിൽ പറയണമെന്നില്ല, അത് ആക്റ്റീവിലാണ് പറയാറുള്ളത്. വേറെ എക്സാമ്പിൾ നോക്കാം. ബിഫോർ Prinsha reached home, her husband dashed the floor. Option A, cleaned. B, has cleaned. C, had cleaned. D, had been cleaned. ഈ ചോദ്യം, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് എഴുതി നോട്ടെ. പ്രിൻസ വീട്ടിലെത്തിയപ്പോഴേക്ക്, ബിഫോർ പ്രിൻസ റീച്ച്ഡ് ഹോം, വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്ലോർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഫ്ലോർ ക്ലീൻ ചെയ്തതാണ് ആദ്യം നടന്ന പ്രവൃത്തി. സ്വാഭാവികമായിട്ടും ഹർ ഹസ്ബൻഡ് അല്ലേ, ഇത് PP-യിലായിരിക്കും, ഇത് SP-യിലായിരിക്കും. അപ്പൊ PP-യിൽ എന്ത് വേണം? ഹാഡ് വേണം. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താ? C ആണ്. കാരണം ഇവിടെ ഹാഡ് ഉണ്ട്. ഗോട്ട് ഇറ്റ്? നോർമൽ കേസിൽ ഇങ്ങനെയാണ് ചോദ്യം വരെ, ഉത്തരം ഇങ്ങനെയാണ്. എന്നാൽ എവിടെ അത് പ്രശ്നം ഉണ്ടാവുക? ഞാൻ വീണ്ടും ഒരു ചോദ്യം തരാം. ബിഫോർ പ്രിൻഷ റീച്ച്ഡ് ഹോം, the floor dash, ചിലപ്പോൾ ബൈ ഹർ ഹസ്ബൻഡ് എന്നുണ്ടാവാം, വേണമെങ്കിൽ ബൈ ഹർ ഹസ്ബൻഡ് വേണമെങ്കിൽ, അത് നിർബന്ധം ഉണ്ടാവില്ല, ഉണ്ടെന്ന് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ആൻസർ ഏതാ? ഓപ്ഷൻ മേലെ നോക്കിയിട്ട് ചെയ്തോളൂ. മേലത്തെ ഓപ്ഷൻ ആൻസർ എഴുതാം. ഇവിടുത്തെ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഇവിടെ ദ ഫ്ലോർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ ക്ലോസിന്റെ ഫ്ലോർ ഒരു പണിയെടുക്കോ? ഇല്ല, ആ പണി ചെയ്യപ്പെടുക ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് വേണം? ഹാഡ് ക്ലീൻഡ് പറ്റില്ല, ഹാഡ് ബീൻ ക്ലീൻഡ് ആണ്. പറഞ്ഞ മനസ്സിലായോ? ഭവ്യ, സുജി? ഓക്കെ, അതാണ് പാസീവിന്റെ കേസ് കേട്ടോ. എന്തായാലും ചോദ്യം ചോദിച്ചത് വളരെ നല്ല കാര്യമായി. ഇങ്ങനെ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സംഗതിയിൽ ചോദിച്ചോളാം കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവാണ്.
ഓ ഇതിങ്ങനെ വലുതാക്കായിരുന്നു കേട്ടോ ബോർഡ്. ഇതൊക്കെ നമ്മൾ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഇങ്ങനെ വലുതാക്കാം. കൊള്ളാം അല്ലേ? യെസ്. ഇപ്പൊ ഇതെങ്ങനെ കളയാ? യെസ്. അപ്പോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന് വേറൊരു ഉപയോഗം കൂടി ഉണ്ട്. ഒരു അൺഫുൾഫിൽഡ് ആയിട്ടുള്ള വിഷ് പറയാൻ വേണ്ടിയിട്ട്. അതായത് ഐ വിഷ് ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡർ. ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡ്, ഞാൻ നന്നായി ജോലി ചെയ്തിരുന്നെങ്കിൽ. അങ്ങനെ ഐ വിഷ് വരുമ്പോൾ, അതായത് അൺഫുൾഫിൽഡ് ആയിട്ടുള്ള വിഷ് പറയാൻ ഐ വിഷ് പറയുമ്പോൾ ഐ ഹാഡ് ആയിരിക്കും. ഓക്കെ, ഗോട്ട് ഇറ്റ്? യെസ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ തരാം. ഇപ്പൊ പഠിച്ച കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞതിന് ശേഷം. ഇപ്പൊ നമ്മൾ പഠിച്ചത് പാറ്റേൺ 3 ആണ്, SP + PP. ഓക്കെ, സ്റ്റേജിലേക്ക് ആരാ വരിക? പ്രിൻസ് ഒന്ന് സ്റ്റേജിലേക്ക് വന്ന് അങ്ങോട്ട് നോക്കട്ടെ. തസ്നീം വരുന്നുണ്ട്. തസ്നീമ വാ. ഹലോ സർ. ഇത് പാരാ? പ്രിൻസ കേൾക്കുന്നുണ്ടോ? ഹലോ സർ. കേൾക്കുന്നില്ല. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ, ഇത് പാരാ? ഇതാ പാരാ സംസാരിക്കുന്നേ? ഞാൻ പ്രിൻസിയാണ്. ഇത് പ്രിൻസിയാ? ശരി. ഓക്കെ. യെസ്. ഓക്കെ. തസ്നീമ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. തസ്നീം എന്ന് പറയുന്നത് ശരിക്കും തസ്നീം എന്ന പേര്? യെസ്. തസ്നീം എന്ന് പറയുന്നത് ബോയ് നെയിം അല്ലേ? അല്ല, ഗേൾ നെയിം ആണോ? എനിക്കറിയില്ല. തസ്നീമ എന്ന് പറഞ്ഞ ഗേൾ നെയിം കേട്ടിട്ടുണ്ട്. അപ്പൊ തസ്നീം ആദ്യമായിട്ട് ബോയ് നെയിം കേൾക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഞാൻ ആദ്യം പ്രിൻസിനോട് ചോദിക്കാം. തസ്നീം അവിടെ തന്നെ നിൽക്കണേ. ഓക്കെ സർ. ഓക്കെ. പ്രിൻഷ, ഇവിടുത്തെ ഈ പാറ്റേണിന്റെ പേരെന്താ? SP + PP. സിമ്പിൾ പാസ്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്. എപ്പോഴാ ഇത് ഉപയോഗിക്കാറുള്ളത്? രണ്ട് കാര്യങ്ങളും പാസ്റ്റിലാവുകയും ഒരെണ്ണം ആദ്യം സംഭവിച്ചത് സിമ്പിൾ പാസ്റ്റില്, അല്ല സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റില്. ഫസ്റ്റ് ആക്ഷൻ PP അല്ലേ? സിമ്പിൾ പാസ്റ്റില്. പാസ്റ്റ് പെർഫെക്റ്റില് അല്ല, പാസ്റ്റ് പെർഫെക്റ്റില്. സെക്കൻഡ് ആക്ഷൻ, രണ്ടാമത് നടന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റില്. ഇങ്ങനെ ഉണ്ടാവുക. ഇത് ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്ന ചോദ്യം ഇവിടുന്നാണ് കേട്ടോ. ഓക്കെ. അപ്പൊ വെൻ വി അറൈവ്ഡ് ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാ ഫസ്റ്റ് ആക്ഷൻ? ഫിലിം സ്റ്റാർട്ട് ചെയ്തു. ഫിലിം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇത് PP. പിന്നെ വെൻ വി അറൈവ്ഡ്, ഞങ്ങൾ എത്തിയത് അതിനുശേഷം സിമ്പിൾ പാസ്റ്റ്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഏത് കൺജങ്ഷൻ ഇതിൽ ഇങ്ങനത്തെ സെന്റൻസിൽ സാധാരണ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടത്? വെൻ, അതല്ലെങ്കിൽ ബിഫോർ. അപ്പൊ എന്റെ സംശയേ, നമ്മള് വേറെ രണ്ട് പാറ്റേൺസ് നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഓർമ്മല്ലേ? വേറെ രണ്ട് പാറ്റേൺസ്. ഒന്ന് SP + PC അല്ലേ? SP + PC പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? PC + PC. ഇപ്പൊ എന്ത് പഠിച്ചു? SP + PP. അപ്പൊ എന്റെ സംശയം, നമ്മൾ SP + PC നമ്മൾ എപ്പോഴാണ് സാധാരണ ഉപയോഗിക്കുക? പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരെണ്ണം നടക്കുകയായിരുന്നു, അപ്പൊ വേറൊന്ന് നടന്നു. അത് തുടർച്ചയായ ഒരു ഇങ്ങനെ തുടർച്ചയായ പ്രവൃത്തി, അതിനെ വേറെ ഒരു ആക്ഷൻ വന്നിട്ട് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു അല്ലേ? ഈ ബ്രേക്ക് ചെയ്തത് ഏതാ? SP അല്ലേ? സിമ്പിൾ പാസ്റ്റ്. അവിടെ തുടർച്ചയായിട്ട് നടന്നിരുന്നതോ?
പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഗുഡ്. ഇനി നമ്മൾ അടുത്ത പാറ്റേൺ PC പ്ലസ് PC ഇല്ലേ, അതെങ്ങനെയാ? രണ്ട് കാര്യവും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പാസ്റ്റില്. അതായത് രണ്ടും ഇങ്ങനെ തുടർച്ചയായിട്ട് രണ്ടും ഇതെല്ലാം പാസ്റ്റ് തന്നെയാണ്. പാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം പാസ്റ്റിലെ കാര്യം പാസ്റ്റിലാണ് ഈ പാറ്റേൺസ് ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ രണ്ട് PC രണ്ടും ഒരേ സമയം അല്ലെ തുടർച്ചയായിട്ട് നടക്കുകയായിരിക്കും. അപ്പോ മൂന്നാമത്തെ കേസോ SP പ്ലസ് PP രണ്ടും പാസ്റ്റിൽ നടന്നു. അതിൽ ഒരെണ്ണം ഫസ്റ്റ് ആക്ഷൻ, മറ്റൊന്ന് ആദ്യം നടന്നു, പിന്നീട് നടന്നു സെക്കൻഡ്. ഫസ്റ്റ് ആക്ഷൻ ഏതാണ്? SP അല്ലേ? സെക്കൻഡ് ആക്ഷൻ ഫസ്റ്റ് ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് അല്ലല്ലല്ല. ഓക്കെ സോറി. ഫസ്റ്റ് ആക്ഷൻ ഫാസ്റ്റ്, സെക്കൻഡ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഗുഡ്. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇനി നമ്മൾ ആദ്യത്തെ SP പ്ലസ് PC ഇല്ലേ, ഈ SP പ്ലസ് PC നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ഏതാ? when അല്ലേ? PC പ്ലസ് PC while. പിന്നെ SP പ്ലസ് PP when അല്ലെങ്കിൽ before. ഇത് പൊതുവെ ഉപയോഗിക്കുന്നത് 99% ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ, താങ്ക് യു പ്രിൻഷ. ഇനി ഞാൻ നമ്മളെ തസ്നീമിനോട് ചോദിക്കാം. തസ്നീം, തസ്നീമിനോടുള്ള ചോദ്യമാണ്. നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ചോദ്യം ഒന്ന് വായിച്ചതിന്റെ ഉത്തരം എന്ന് പറ. when we reach the stadium the players dash the playground. When we reach the stadium the players dash the playground. Had left. അതെന്തുകൊണ്ടാണ് ഈ ഹാഡ് ലെഫ്റ്റ് വരുന്നത്? വിശദീകരിക്കൂ. V3 അല്ലേ അവിടെ വരേണ്ടത്? ഹാഡ് പ്ലസ് V3 അല്ലേ വരേണ്ടത്? when we reach the stadium എന്ന് പറയുമ്പോ നടന്നു അല്ലേ? the players playground നമ്മൾ എത്തുമ്പോഴേക്ക് പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും പാസ്റ്റ് ആക്ഷൻ ആണ്. അതിൽ പ്ലേയേഴ്സ് ആദ്യം നടന്ന ആക്ഷൻ ഫസ്റ്റ് ആക്ഷൻ ആണ് അല്ലെ? അതുകൊണ്ട് അത് PP ആയിരിക്കണം, പാസ്റ്റ് പെർഫെക്റ്റ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ശരിയായത് അല്ലേ? യെസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം വായിച്ചു ഉത്തരം പറഞ്ഞേ. I dash all the rooms before I left the house. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് ആക്ഷൻ ഉണ്ട്. ഇതിൽ ആദ്യം നടന്ന ആക്ഷൻ ഏതാ? I dash all the room. റൂമുകൾ പൂട്ടിയതാണ്. മറ്റേത് ഞാൻ പോയത് അതിന് ശേഷമാണ്. അപ്പൊ അത് I had locked. അപ്പൊ ഇവിടെ ഏതാ? I had locked. വെരി ഗുഡ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. Peter dash his homework before the teacher arrived. ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെയോ? ഏത് ആക്ഷനാ? രണ്ടാമത്തെ, സെക്കൻഡ് ആക്ഷൻ. ടീച്ചർ അറൈവ്ഡ് SP യിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും had completed past perfect. ഓപ്ഷൻ C അല്ലേ? ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. യെസ്. ഭവ്യ എന്ന് വന്നേ. ഭവ്യ, അടുത്ത ചോദ്യം വായിച്ചിട്ട് ഉത്തരം എന്ന് പറഞ്ഞേ. had gone. ചോദ്യം വായിക്കി. when I reached the office the manager dash. had gone. കാരണം ഇതില് ഫസ്റ്റ് ആക്ഷൻ ഏതാ ആദ്യം നടന്നേ? മാനേജർ പോയത്. ഞാൻ എത്തുമ്പോഴേക്കും, ഓഫീസിൽ എത്തുമ്പോഴേക്കും മാനേജർ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ആക്ഷൻ നമുക്ക് ഏതിലാ വേണ്ട? PP യില് അല്ലെ? പാസ്റ്റ് പെർഫെക്റ്റില്. സെക്കൻഡ് ആക്ഷൻ സിമ്പിൾ. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഓക്സിലറി ഏതാ? had V3 അല്ലേ? ഓക്കെ. അപ്പൊ സംഗതി പിടുത്തം കിട്ടിയില്ലേ ഭവ്യ? എവിടെയാ ഭവ്യ സ്ഥലം? കൊല്ലം. കൊള്ളാം. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ സംശയം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഡൗട്ട് ചോദിക്കാം.
സൂര്യ വരുന്നുണ്ട്. സൂര്യക്ക് എന്താ സൂര്യ വേണ്ടത്? ചോദിച്ചോ. ഹലോ സർ. ചോദിച്ചോ സൂര്യ. സർ, ഇതിൽ നമ്മൾ കൺജങ്ഷൻ ആയിട്ട് ഹാർഡ്ലി, സ്കേഴ്സ്ലി ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ? ഹാർഡ്ലിയും സ്കേഴ്സ്ലിയും യൂസ് ചെയ്യാം. ഹാർഡ്ലി ഹാർഡ്, സ്കേഴ്സ്ലി ഹാർഡ് യൂസ് ചെയ്യാം. കൺജങ്ഷൻ യൂസ് ചെയ്യാം. പക്ഷേ അങ്ങനത്തെ ഒരു ചോദ്യം ഇന്ന് വരെ വന്നിട്ടില്ല, വരാനുള്ള സാധ്യതയും ഇല്ല. ഏതില്? ടെൻസില്. ഞങ്ങൾക്ക് അത് ഇവിടെ കോച്ചിങ് സെന്ററിൽ എക്സാം നടത്തിയപ്പോ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ആണോ? അതെ സർ. അങ്ങനൊരു ചോദ്യം ഹാർഡ്ലി സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ വരും. ഹാർഡ്ലിയും സ്കേഴ്സ്ലിയും വരുന്നത് എവിടെയാ? കൺജങ്ഷന്റെ ഭാഗത്തുള്ള. ഹാർഡ്ലി ആൻഡ് സ്കേഴ്സ്ലി നമ്മൾ പഠിക്കും. ഹാർഡ്ലി ഹാർഡ്, സ്കേഴ്സ്ലി ഹാർഡ്. സോറി, ഹാർഡ്ലി ഹാഡ് പ്ലസ് വെൻ, അതായത് ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ. ഹാർഡ്ലി വെന്നും സ്കേഴ്സ്ലി വെന്നും നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിക്കും. അതിന്റെ ഉപയോഗം എവിടെ? കൺജങ്ഷൻസിൽ. കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് വരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അവിടെ പറഞ്ഞാൽ ഞാനത് അത് ടെൻസിന്റെ ഭാഗത്തു നിന്നല്ല സത്യത്തിൽ ആ ചോദ്യം. ആ ചോദ്യം എവിടുന്ന വരുന്നത്? കൺജങ്ഷന്റെ പാർട്ടായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് ടെൻസിന്റെ ഭാഗത്ത് അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും സൂര്യ ചോദിച്ചൊരു ചോദ്യം അത് ടെൻസ് അല്ലേ എന്ന്. അത് ടെൻസാണ്. അത് ടെൻസാണ്. ഓക്കെ. വേണമെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ. അതിപ്പോ എങ്ങനെ വരികയെന്ന് വെച്ചാല് നോക്കാം. ഒരു മിനിറ്റ്. അതൊക്കെ നമ്മൾ പഠിക്കും. അവിടെ കൺജങ്ഷന്റെ ഭാഗത്ത് നമ്മളത് വളരെ വൃത്തിയായിട്ട് പഠിക്കും. ഹാർഡ്ലി ഹാർഡ് I closed the door when he hardly. So ഇത് ഹാർഡാണ്. ഇതാണ് സംഭവം. ഇതാണ് അല്ലേ? അതെ അതെ. ഓക്കെ. ഇതിൽ നോക്കിയേ, എന്താ രണ്ട് ഭാഗത്ത് രണ്ട് ടെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹാഡ് വന്നിട്ടുണ്ട്. ഹാഡ്ലി ഹാഡ് ഐ ക്ലോസ്ഡ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താ വേണ്ടത്? എസ് പി, ഹി കെയിം. ഓക്കെ, മനസ്സിലായോ? ഇത് പി പി ഹാർഡ് ഉള്ളുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് അഥവാ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനിയിപ്പോ അങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാം, ഇൻ കേസ് അഥവാ ഈ രൂപത്തിൽ ചോദിക്കണമെങ്കിൽ അതെങ്ങനെ ചോദിക്കറിയോ? ഞാൻ ഒരു ചോദ്യം തരാം. ഹാർഡ്ലി ഹാഡ് ഹി ഈറ്റൺ the food when dash. Option A, had vomited. B, vomited. C, will vomit. D, vomits. സൂര്യ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? വോമിറ്റഡ്. അവിടെയാണ്, വോമിറ്റഡ് ആയിരിക്കും. എന്തുകൊണ്ടാ? ഇവിടെ ഹാഡ് ഉണ്ട്, പി പി ഉണ്ട് അല്ലേ? ഹാഡ്ലി ഹാഡ് ഹി ഈറ്റൺ ഫുഡ്. ഭക്ഷണം കഴിച്ചതും ഛർദിച്ചു. അപ്പൊ ആദ്യം എന്താ ചെയ്ത്? ഛർദിക്കണോ ഇതേ? ഫസ്റ്റ് എന്താ ചെയ്തേ? ഫസ്റ്റ് ആക്ഷൻ ഭക്ഷണം കഴിച്ചു. സെക്കൻഡ് ആക്ഷൻ ഛർദിച്ചു. അതുകൊണ്ട് ഇത് എസ് പി. ഇതാണ് സംഭവം കേട്ടോ. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? എന്താ ഒരു മൂളലിനൊരു ഒരു ഉറപ്പില്ല? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത് ടെൻസിന്റെ ഭാഗത്ത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇനി അഥവാ ചോദിച്ചാ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗത്തേക്ക് പോവാം.
എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി ആർക്കും ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോണത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നിരുന്ന ഒരു കാര്യം. അതായത് ഒരു പോയിന്റ് ആരംഭിക്കുകയും കുറേ കാലം തുടരുകയും പാസ്റ്റിൽ തന്നെ അത് അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം പ്രവർത്തികളാണ് നമ്മൾ എന്ത് ചെയ്യുക, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂഷൻസിൽ പറയാം. ഇവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി ഹാഡ് ബീൻ പ്ലസ് വെർബിന്റെ ING ആണ്. വെർബിന്റെ ING ആണ്. നമ്മൾ നേരത്തെ പെർഫെക്റ്റിനകത്ത് ഹാഡ് ബീൻ പ്ലസ് V3 പറഞ്ഞിട്ടുണ്ട്. അത് പെർഫെക്റ്റിൽ ഇത് ആക്റ്റീവ് വോയിസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാഡ് ബീൻ പ്ലസ് വെർബിന്റെ ING shows that an action that started in the past, പാസ്റ്റിൽ ആരംഭിച്ചു, continued up until another time in the past, മറ്റൊരു സമയം വരെ അത് തുടരുകയും ചെയ്തു. അപ്പോ he had been reading when I entered the room. അപ്പൊ when I entered the room എന്ന് പറയുന്നത് ഒരു SP ആണ്. അവിടെ തുടർന്നുകൊണ്ടിരുന്ന സംഗതി ഒരു പോയിന്റിൽ ആരംഭിച്ച് മറ്റൊരു പോയിന്റ് വരെ. അപ്പൊ when I entered the room, ഞാൻ അവിടെ റൂമിലേക്ക് എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞതൊരു പോയിന്റാണ്. അതിന്റെ മുമ്പ് പണ്ടൊരു പോയിന്റ് ആരംഭിച്ച് തുടർന്നു, ഞാൻ അവിടെ എൻ്റർ ചെയ്ത ആ സമയത്ത് അത് അവസാനിക്കുകയും ചെയ്തു. ഇതെല്ലാം പാസ്റ്റിലാണ് നടക്കുന്നത് അല്ലേ. ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു മൈ മദർ ബിഫോർ ഹി കെയിം, ഇതും SP ആണ്. അപ്പൊ ഇപ്പുറത്തോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ പുതിയ പാറ്റേണിന്റെ പേരെന്താ? SP plus PPC, SP plus PPC. Okay, so പ്രിൻസിനോടൊന്ന് ചോദിക്കട്ടെ, ആർക്കും വരാട്ടോ സ്റ്റേജില്? ഓക്കെ, യെസ്. ഹലോ സർ. പ്രിൻഷ, ഈ പാറ്റേണിന്റെ പേരെന്താ? SP plus PPC. എന്താ ഈ പാറ്റേണിന്റെ പ്രത്യേകത? ഈ PPC പാസ്റ്റിലായിരുന്നു, ഒരു കാര്യം നടന്നു കഴിഞ്ഞു, ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു പോയിന്റിൽ ആരംഭിച്ച, പാസ്റ്റിലെ ഒരു പോയിന്റിൽ ആരംഭിച്ച ഒരു ദീർഘമായ പ്രവൃത്തി അത് പാസ്റ്റിൽ തന്നെ ആരംഭിക്കുകയും ചെയ്തു, അല്ല അവസാനിക്കുകയും ചെയ്തു. ആ ദീർഘമായ പ്രവൃത്തി ആയതുകൊണ്ടാണ് അത് PPCയിൽ പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ PC പറഞ്ഞാൽ മതി, പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ SP plus PC ഉപയോഗിച്ചാൽ മതി. ഈ എക്സാമ്പിളിൽ രണ്ടും വരുമോ സർ? ഇല്ല, ഓപ്ഷനിൽ ഒരെണ്ണല്ലേ വരുള്ളൂ? രണ്ടും വരില്ല, രണ്ടും വരും. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതെങ്ങനെ തിരിച്ചറിയാന്നുള്ള ഞാൻ ഐഡിയ പറഞ്ഞുതരാം. പക്ഷെ പ്രിൻഷയ്ക്ക് ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. SP plus PCയും SP plus PPCയും തമ്മിൽ എന്താ ഡിഫറൻസ്? എനിക്ക് മനസ്സിലായില്ല, എനിക്ക് രണ്ടും ഒരുപോലെ തോന്നുന്നുണ്ട്. ഒരുപോലെ ഉണ്ട്, അതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. SP plus PC എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി തുടരുകയായിരുന്നു, പാസ്റ്റില് തുടരുക, ഒരു ഇങ്ങനെ തുടരുന്ന ഒരു പ്രവൃത്തി. അതിനെ വേറൊരു ആക്ഷൻ ബ്രേക്ക് ചെയ്തു. ഇപ്പൊ ഞാൻ ഉറങ്ങായിരുന്നു, അപ്പൊ അച്ഛൻ വന്നു. ഞാൻ ഉറങ്ങുന്നത് തുടർച്ചയായ പ്രവൃത്തിയാണല്ലോ അല്ലെ. ഐ വാസ് സ്ലീപ്പിംഗ്. അല്ല വേണ്ട, ഞാൻ പഠിക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റഡിങ് വെൻ മൈ ഫാദർ കെയിം, അച്ഛൻ വന്നു. ഓക്കെ, അതേസമയം ഞാന് രാവിലെ മുതൽ രാത്രി വരെ വൈകുന്നേരം വരെ പഠിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ദൈർഘ്യമുണ്ട്. അപ്പൊ അച്ഛൻ വന്നു. അപ്പൊ അച്ഛൻ വന്നത് സിമ്പിൾ പാസ്റ്റ് തന്നെയാണ്, പക്ഷെ അത് മറ്റൊരു ദൈർഘ്യം കൂടുതലായതുകൊണ്ട് ഐ ഹാഡ് ബീൻ സ്റ്റഡിങ്. പക്ഷെ അത് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാനൊക്കെ എങ്ങനെ മനസ്സിലാവും? ഇത് നീണ്ട പഠിത്തമായിരുന്നോ നീണ്ട ഉറക്കായിരുന്നോ എങ്ങനെ മനസ്സിലാവും? അതല്ലേ പ്രശ്നം. അതിനാണ് ഒരു സൂചന. ഒന്നെങ്കിൽ ഫോർ അല്ലെങ്കിൽ സിൻസ് ഉണ്ടാവും. മനസ്സിലായോ? ഇതുണ്ടെങ്കിൽ മനസ്സിലായിക്കോളാം ഇത് ദൈർഘ്യമാണ്. ഒരു സമയത്ത് തുടങ്ങി എന്ന് പറയണല്ലോ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ തരാം. ഇപ്പൊ ശ്രദ്ധിച്ചോ. ഒന്ന്, മൈ ഫാദർ came when I dash. Option A, sleeping. അല്ല,
വേണ്ട, അത്രയും വേണ്ട. ഓപ്ഷൻ എ വാസ് സ്ലീപ്പിംഗ്. ഓപ്ഷൻ ബി ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. ഏതാ ആൻസർ വരിക? I was sleeping. ഇനി രണ്ടാമതൊരു ചോദ്യം തരാം, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മൈ ഫാദർ came when I dash sleeping for 5 hours. ആദ്യത്തിന്റെ ഉത്തരം എന്താ? Was sleeping. വാസ് സ്ലീപ്പിംഗ്. അത് ജസ്റ്റ് കാരണം അവിടെ നമുക്കറിയാം ഇത് തുടർച്ചയായ ഒരു പ്രവൃത്തിയായിരുന്നു, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതുകൊണ്ട് വാസ് സ്ലീപ്പിംഗ്. രണ്ടാമത്തെ അതൊരു ക്ലൂ ഉണ്ട്, 4-5 hours. ആ ദൈർഘ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഇതിന് പീരീഡ് ഓഫ് ടൈം എന്നാ പറയാം. അതായത് 4 ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, PPC ആയിരിക്കും. പെർഫെക്റ്റ് കണ്ടീഷൻസുകളാണ് അല്ലെ 4ഉം സിൻസ് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇത് PPC. ഇപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത്? ആതിരക്ക് എന്ത് നേരത്തെ എക്സാമ്പിളില് ഏതാ നോട്ട്സിലാ നോക്കട്ടെ. ഇവിടെ ഇതിൽ മനഃപൂർവ്വം ഞാൻ കൊടുക്കാത്തോണ്ടാണ് അവിടെ ടൈം. കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമല്ല, അത് നിങ്ങൾക്ക് ഞാൻ തന്നതാണ്. അപ്പൊ എന്തായാലും അതിൽ 4 അല്ലെങ്കിൽ പീരിയഡ് ഉണ്ടാവും അല്ലേ? ഒന്നെങ്കിൽ 4 ഓർ സിൻസ് ഉണ്ടാവും. ഓക്കെ, ഒരു കാര്യം, ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുക. When I met my friend John Varghese in 1995, he dashed novel for 3 years. For 3 years, കണ്ടാ? He had been writing. ഈ 4-3 years കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കാരണം പ്രസന്റ് പെർഫെക്റ്റിലും കണ്ടിന്യൂസ് ടെൻസിലും ഉപയോഗിക്കും 4ഉം സിൻസും. അപ്പൊ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് മനസ്സിലായി. ഇനി വെൻ ഐ മെറ്റ് അല്ലെ, ഞാൻ 1995, അപ്പൊ പാസ്റ്റ് ആണ് മനസ്സിലായി, പഴയ കാര്യ. ഓക്കെ, ഇനി ഇപ്പുറത്ത് എന്ത് വേണം? ഒരു SP വേണം. ഇത് SP അല്ലേ? വെൻ ഐ മെറ്റ് മൈ ഫ്രണ്ട് 1995. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം സി. ഇവിടുത്തെ കണ്ടില്ലേ? ഓക്കെ, ആതിര ഒന്ന് മൈക്കോണാക്ക്. പ്രിൻസ് അവിടെ തന്നെ നിന്നാ. വേഗം സമയം കളയാൻ പാടില്ല. രാജു അത് കുഴപ്പമില്ല, ഇതൊന്ന് വായിക്ക ആതിര. ഇങ്ങനെ ഇറക്കൊക്കെ അറിയാതെ വരണം കേട്ടോ. ഒന്ന് വായിക്കേ. Raju dashed for the bus for 1 hour before he hired a taxi. ഓക്കെ, ഇവിടെ ബിഫോർ ഹി ഹയർഡ് എ ടാക്സി എന്ന് പറയുമ്പോൾ ഏതാണ്? SP ആണോ, PP ആണോ, PPC ആണോ? Simple past. SP അല്ലേ? ബിഫോർ ഹി ഹയർഡ് എ ടാക്സി, സിമ്പിൾ പാസ്റ്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ പാസ്റ്റ് ഏതെങ്കിലും സെന്റൻസ് ആയിരിക്കും. പാസ്റ്റിൽ ഏതാ വരിക? അതെങ്ങനെ മനസ്സിലായി? ഇവിടെ 4 വന്നു. 4 അല്ലെ, 4 1 ഉണ്ട്, അതുകൊണ്ട് PPC എന്ന് മനസ്സിലായി. അപ്പൊ PPC ഹാസ് ബീൻ പ്ലസ് വെർബിന്റെ ING ആണ് വേണ്ടത്. ഹാസ് ബീൻ വെയിറ്റിംഗ്. അടുത്തതിന്റെ ഉത്തരം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. Had been വരും. സോറി വെരി ഗുഡ്. ഞാൻ മാർക്ക് ചെയ്ത മാറിപ്പോയതാണ്. ഓക്കെ, വെരി ഗുഡ്. ഏതാണ്? ഞാൻ പ്രിൻസിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്തതാ. അടുത്തത്. He said that he dashed English since 1995. He said എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ് അല്ലേ? സെന്റൻസ് അല്ലേ? അത് ഏതിലായിരിക്കുന്നത്? സിമ്പിൾ പാസ്റ്റിൽ. സിമ്പിൾ പാസ്റ്റ്. ഇനി അടുത്തത് that he dashed English, ഇത് ഏതിലാ വേണ്ടത്? PPCയിൽ. എങ്ങനെ മനസ്സിലായി? Since. He said that he had been learning.
വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് ശരി. ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇനി Thank you, പ്രിൻസ് sir. പറ, ഇതിന്റെ ആൻസർ പറ. Arjun had been living here dash 5 years. അർജുൻ ഹാഡ് ബീൻ ലിവിംഗ് ഹിയർ. For 5 ഇതിലെന്താ years. ഈ 5 years പീരീഡ് ഓഫ് ടൈം ആയതുകൊണ്ട് 4 4 അല്ലേ? ഇനി ഒരു പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസ് വരുമായിരുന്നു. since വരും. വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയും ചോദിക്കും ചോദ്യം. അത് ഈ കൺജങ്ഷൻ ഫോറും സിൻസും ആണോ വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അതറിയാൻ വേണ്ടിയാണ് ആ ചോദ്യം തന്നത് കേട്ടാ. Okay. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. നമ്മുടെ അശ്വതി you. എന്തോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ. എന്താ അശ്വതി? അശ്വതി എന്തോ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഫോർ സിൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ്. അതല്ലേ ഞാൻ പറഞ്ഞേ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻസിലും സിൻസും ഫോർ ഉപയോഗിക്കും. ഇവിടെ നമുക്കിത് പാസ്റ്റ് ആണെന്ന് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാ? തൊട്ടിപ്പുറത്ത് തന്നിരിക്കുന്നതൊക്കെ പാസ്റ്റ് ആണ്, എസ് പി ആയതുകൊണ്ടാണ്. ഇതൊക്കെ പാസ്റ്റ് ആണ്. അപ്പൊ പാസ്റ്റ് ഒരു സ്ഥലത്ത് വരുമ്പോൾ അപ്പുറത്തും പാസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ നമുക്കത് പി പി സി എന്ന് മനസ്സിലാവുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഫോറും സിൻസും പെർഫെക്റ്റ് കണ്ടീഷൻസിന്റെ എന്താ പറയാ ഇൻഡിക്കേറ്റർ ആണ്. അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ആവാം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ആവാം. മനസ്സിലായോ അശ്വതി? യെസ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, വളരെ പെട്ടെന്ന് നമ്മൾ ടെൻസ് തീർക്കാൻ പോവാണേ. ഇനി അടുത്തത് വില്ലും ഷാൾ ഉപയോഗിച്ചാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസുകൾ പറയാം. അപ്പം മറ്റ് 4 പാറ്റേൺസ് അത് കൃത്യമായിട്ട് ഈ ഇതുവരെയുള്ള എല്ലാ പാറ്റേൺസും വൃത്തിയായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി അതില്ല, ഇനിയുള്ള ടെൻസുകൾ അത്ര പ്രധാനപ്പെട്ടല്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കും. വില്ലും ഷാളും ഉപയോഗിച്ച് പറയുന്നത് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ, അതായത് ഈ പറയുന്ന ഫ്യൂച്ചറിലെ ആദ്യത്തെ ടെൻസ് ആണ്, അത് സിമ്പിൾ ഫ്യൂച്ചർ. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യങ്ങളൊക്കെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഐ ഷാൾ ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി, ഞാൻ അവന്റെ പാർട്ടി ക്ഷണിക്കും. വി ഷാൾ ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി, ഞങ്ങൾ അവന്റെ പാർട്ടി ക്ഷണിക്കും. യു വിൽ ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി. അപ്പൊ ഷാൾ ഉപയോഗിക്കാം, വില്ല് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഷാളോ അല്ലെ വില്ലോ നമുക്ക് ഇഷ്ടമുള്ള ഉപയോഗിച്ചോളൂ. നടക്കാൻ പോണ കാര്യങ്ങൾ ഐ ഷാൾ കം, ഹി വിൽ കം, ഐ വിൽ കം, നോ പ്രോബ്ലം. ഓക്കെ, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയി പറയാനാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. വില്ല് അല്ലെ ഷാള് പ്ലസ് വി വൺ ആണ് നമ്മൾ ഉപയോഗിക്കുക. അടുത്തത് ചോദ്യം തരാം. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്ത് വളരെ പെട്ടെന്ന്. ആരെയും നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കുക. പക്ഷെ ലിൻസി ബി പി വാ, ലിൻസി, സിനു, സന്തോഷ്, ആരെങ്കിലും ഒരാൾ വേണ്ട, പെട്ടെന്ന് പെട്ടെന്ന്. സെറീന വേണ്ട, ആരെങ്കിലും ഒരാൾ. ആരെ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ആതിര വന്നിട്ടുണ്ടല്ലോ. ആതിര വേം ഈ ചോദ്യം ഒന്നിന്റെ ഉത്തരം വേഗം പറ, സമയമില്ല. He will reply. He will reply your letters as soon as possible. As soon as possible എന്ന് എന്താ? ഉടനെ തന്നെ അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ടെൻസ് ഉടനെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ ആണ്, നടക്കാൻ പോകുന്ന കാര്യമാണ് അല്ലേ? അപ്പോ വില്ല്. ഇനി രണ്ടാമത്തെ ആൻസർ പറ. You will pass your exam if you work hard. ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്നത് ഇഫ് ക്ലോസിന്റെ സെന്റൻസ് ആണ്. ഇഫ് യു വർക്ക് ആണ്, നീ നന്നായി പഠിച്ചാൽ. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഇത് ഫ്യൂച്ചർ ആണ് അല്ലേ? അപ്പൊ അതില് ഏതാ വില്ലാണ് വരിക? ഇവിടെ വർക്ക്ഡ് എന്നായിരുന്നെങ്കിലോ ഇവിടെ വുഡ് വരും. ഇത് നമ്മൾ ഇഫ് ക്ലോസിന് പഠിക്കുന്നതാ അല്ലേ? ഇവിടെ ഹാഡ് വർക്ക്ഡ് എന്നാണെങ്കിലോ ഇവിടെ വുഡ് ഹാവ് എന്ന് വരും. മനസ്സിലായോ? യെസ്. ഇവിടെ ഇപ്പൊ വർക്ക് എന്ന് പറയുന്നത് V1 ആയതുകൊണ്ടാണ് നമ്മളിവിടെ വില്ല്. ഓക്കെ, വില്ല് വരുന്നത്. യെസ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. യു ക്യാൻ ട്രസ്റ്റ് ഹെർ, ഷി ഡാസ് നോട്ട് ചീറ്റ് യു. നിനക്കാണ് അവളെ വിശ്വസിക്കാൻ, അവൾ ഇതിനെ പറ്റിക്കൂല, ചതിക്കില്ല. She will not cheat you. ഓക്കെ, ഇങ്ങനെ എത്ര സിമ്പിൾ ആയിട്ട് അത് ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ആതിര. യെസ്. ഇനി 10ാമത്തെ ടെൻസിലേക്ക് വരികയാണെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ വില്ല് പ്ലസ് ബി പ്ലസ് വെർബിന്റെ ING ആണ്. വിൽ ബി, അതായത് ഫ്യൂച്ചറിലെ ഒരു തുടർച്ചയായ കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഐ വിൽ ബി ഡിസ്കസിങ് ദ മാറ്റർ, ഐ ഷാൽ ബി ഡൂയിങ് ദ ബുക്ക് ദിസ് ടൈം ടുമോറോ, അറ്റ് ദിസ് ടൈം ടുമോറോ ഐ വിൽ സിറ്റിംഗ് ഓൺ ദ ബീച്ച് ഇൻ കാലിക്കറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ദിസ് ടൈം ടുമോറോ, നാളെ ഈ സമയം, അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്യൂച്ചറിൽ തുടരുന്ന ഒരു കാര്യം. ഇൻ ദ ഫ്യൂച്ചർ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് ടൈം ഒക്കെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പേടിക്കണ്ട, നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ ഇതെല്ലാം അവിടെ വരും. അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ആവും. അപ്പോൾ ഞാൻ തൽക്കാലം മോഡലായിട്ട് 3 ചോദ്യം തരാം. എങ്ങനെയാണ് ഈ സംഗതി പരീക്ഷയ്ക്ക് ചോദിക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ ആരാളുള്ളത്? ആരെങ്കിലും ഒരാൾ സ്റ്റേജിലേക്ക് വേഗം വാ.
തസ്നീം പ്രിൻസ വന്നിട്ടുണ്ട്. പ്രിൻസ Yes, sir. വേഗം പറഞ്ഞേ. ആദ്യത്തേത് വി ഡാഷ് വാച്ചിങ് മൂവി ഇൻ ദ സിനിപ്ലെക്സ് ഓൺ നെക്സ്റ്റ് ഫ്രൈഡേ. We dash watching a movie in this complex on next Friday. We will be watching. യെസ്. എങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയത് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്യൂച്ചർ ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഫ്യൂച്ചർ ആണെന്ന് എങ്ങനെ മനസ്സിലായി? Next day, next Friday. ഓൺ നെക്സ്റ്റ് ഫ്രൈഡേ എന്ന് പറഞ്ഞപ്പോൾ ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലായി. ഇനി കണ്ടിന്യൂസ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? ing. വെർബിന്റെ കൂടെ ing ഉണ്ട്. അപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമ്മൾ എന്താ ഉപയോഗിക്കുക? വില്ല് അല്ലെങ്കിൽ ഷാൾ Be പ്ലസ് plus verb. ബി പ്ലസ് വെർബിന്റെ ing അല്ലേ? Yes. അപ്പൊ ഇതാ വിൽ ബി. രണ്ടാമത്തെ ചോദ്യം ആൻസർ പറഞ്ഞു. യു ഡാഷ് ഷോപ്പിംഗ് അറ്റ് ദാറ്റ് മാർക്കറ്റ് ടുമോറോ. You will be shopping at that market ഫ്യൂച്ചർ ആണ് എങ്ങനെ മനസ്സിലായി? tomorrow. ടുമോറോ ഉണ്ട്. അതുപോലെ കണ്ടിന്യൂസ് ടെൻസ് ആണ് എങ്ങനെ മനസ്സിലായി? Shopping ing. ing ഉണ്ട്. അപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് മനസ്സിലായി. ഓക്കെ. ഇനി അടുത്ത് വി ഡാഷ് ഊട്ടി ഇൻ സമ്മർ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. We shall be visiting Ooty in summer. ഇത് ഇവിടെ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. ഇവിടെ നമുക്ക് പല രൂപത്തിൽ എഴുതാം. ഒന്നെങ്കിൽ ഊട്ടിയിൽ സമ്മറിൽ ഞങ്ങൾ ഊട്ടി വിസിറ്റ് ചെയ്യും. വി വിൽ വിസിറ്റ് എന്ന് പറയാം. ഓപ്ഷനിൽ വിൽ വിസിറ്റ് ഉണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇത് വിസിറ്റഡ് എന്നായിപ്പോയി. തെറ്റായി. ഇനി വിൽ ബി വിസിറ്റിംഗ് എന്ന് പറയാം. Will be visiting. ഉണ്ടോ? ഇല്ല. ഷാൾ വെച്ചിട്ട് പറയാലോ. ഷാൾ വിസിറ്റ്, ഷാൾ ബി വിസിറ്റിംഗ് അല്ലേ? ഉണ്ട്. ഇതാ ഇനി സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞൂടെ? വി വിസിറ്റ്. വെറും സിമ്പിൾ പ്രസന്റ് പറഞ്ഞൂടെ? ഇനി നമ്മൾ വിസിറ്റ് ചെയ്തു, സമ്മറിൽ വിസിറ്റ് ചെയ്തു, വിസിറ്റഡ് എന്ന് പറഞ്ഞൂടെ? Visited. ഇനി നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് വി ആർ വിസിറ്റിംഗ് എന്ന് പറഞ്ഞൂടെ? Yes. ഇതെല്ലാം പറയാം. പക്ഷെ ഇതൊന്നും എന്തിലില്ല? Option ഇല്ല. അപ്പൊ ഇത് അങ്ങനെയൊക്കെ പറയാം. ഇവിടെ ഉള്ളതിൽ ഇതാണ് ശരി. ഓക്കെ. ഇങ്ങനെയാണ് ഇത് പരീക്ഷയ്ക്ക് വരിക കേട്ടോ. ഇനി 11ാമത്തെ ടെൻസിലേക്ക് നമ്മൾ പോവാണ്. 11ാമത്തെ ടെൻസിന്റെ പ്രത്യേകത ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. വില്ലിന്റെ കൂടെ ഹാവ് പ്ലസ് V3 ഉണ്ടാവുക. നമുക്ക് ഈ പെർഫെക്റ്റ് ടെൻസിലൊക്കെ നമ്മൾ ഹാവ് ഓർ ഹാസ് ആണല്ലോ ഉപയോഗിക്കാം. അപ്പൊ ഇതെങ്ങനെയാ മനസ്സിലാവുക? ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ്. ശ്രദ്ധിക്കണേ, ഇവിടുത്തെ പോയിന്റ് ഇതാണ്. ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബൈ എ സർട്ടൈൻ ഫ്യൂച്ചർ ടൈം. ഒരു ഭാവിയിലെ ഒരു സർട്ടൈൻ ഫ്യൂച്ചർ ടൈമിൽ അവസാനിച്ചേക്കാവുന്ന കാര്യം. ഈ കംപ്ലീഷൻ ആണ് ഇവിടെ പ്രത്യേകത. ഈ കംപ്ലീഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ബൈ ദിസ്, ബൈ ദ ടൈം എന്ന് ചേർക്കാറുണ്ട്, ബൈ ചേർക്കാറുണ്ട്. ഷീ വിൽ ഹാവ് ക്ലീൻഡ് ദ ഹൗസ് ഉണ്ടോ? വിൽ ഹാവ് പ്ലസ് V3. ബൈ ദ ടൈം ഷീ ലീവ്സ് ദ ഹൗസ്. വീട് വിട്ട് പോകുമ്പോഴേക്കും ബൈ ദ ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. കൺഫ്യൂഷൻ ആവും, കുഴപ്പമില്ല. നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. സോ ഐ റിക്വസ്റ്റ് തസ്നീം. Yes, sir. ഈ ചോദ്യം വായിച്ചത് കോൺട്രാക്ടർ. The contractor dashed the work by the end of this year. ഇവിടെ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊല്ലത്തിന്റെ അവസാനത്തോടെ, ഓടെ അല്ലേ? ഇതാണ് നമ്മുടെ ക്ലൂ. ബൈ വെച്ചിട്ട് ഓടെ എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ അത് കംപ്ലീഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. ഫ്യൂച്ചറിലെ കംപ്ലീഷനെ സൂചിപ്പിക്കുന്ന ടെൻസ് ഏതാ? ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഓക്സിലറി ഏതാ? will plus 3. അപ്പൊ ഈ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഇവിടുത്തെ ക്ലൂ. മനസ്സിലായോ? ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് മനസ്സിലാവാനുള്ളത്. അടുത്ത ചോദ്യം, ബൈ ദിസ് ടൈം ടുമോറോ ഐ ഡാഷ് ദ ജോബ്. ഇതിലേതാ ഉത്തരം? I will have finished. വിൽ ഹാവ് ഫിനിഷ്ഡ്. അതായത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. വിൽ പ്ലസ് ഹാവ് പ്ലസ് V3. ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? By this time tomorrow. ബൈ ദിസ് ടൈം ടുമോറോ എന്ന് പറയുമ്പോൾ നാളെ ഈ സമയമാകുമ്പോൾ, ഈ സമയത്തോടെ, നാളെ ഈ സമയത്തോടെ
ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കും. അപ്പൊ ഈ നാളെ എൻ്റെ സമയത്തോടെ എന്ന് കേട്ടാൽ അത് എന്തിനാ സൂചിപ്പിക്കുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ്. കംപ്ലീഷന്, പൂർത്തീകരണം. ഫ്യൂച്ചറിലെ ഒരു കംപ്ലീഷനെ സൂചിപ്പിക്കുന്ന ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇനി ഒരു ചോദ്യത്തിന്റെ കൂടെ ഉത്തരമുണ്ട് താഴത്തെ, അതുകൊണ്ടൊന്ന് പറഞ്ഞേ. ഐ ഡാഷ് ദ എസ്സേ ബൈ ദെൻ. ഉത്തരം I shall have written. ഐ ഷാൾ ഹാവ് റിട്ടൺ. എങ്ങനെയാണ് ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായത്? Then, by then. ബൈ ദെൻ, ആ സമയത്തോടെ അല്ലെ, ആ സമയം ആവുമ്പോഴേക്കും ഞാൻ എൻ്റെ പണി ആ സമയം ആവുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ആ സമയം ആകുമ്പോൾ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ടാകുന്നല്ലേ. യെസ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ക്ലൂ. അപ്പൊ ഐ ഷാൾ ഹാവ് റിട്ടൺ. അപ്പൊ ഈ ടെൻസ് മനസ്സിലായോ? യെസ് സർ. മനസ്സിലായി. പക്ഷെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ബുദ്ധിമുട്ട്. അത് കുറെ ചോദ്യങ്ങൾ തിരിച്ചു മറിച്ചും ചെയ്യുമ്പോൾ അങ്ങ് റെഡി ആയിക്കോളും. ഇപ്പൊ റൂള് ജസ്റ്റ് പഠിച്ചു പോവാ. ഇനി ഞാൻ കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്യും. അപ്പൊ ഓരോന്നിന്റെ റൂൾ ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പൊ ഈ പറഞ്ഞ ഓർമ്മ വരും. ഓക്കെ സർ. താങ്ക്സ്. ചോദ്യങ്ങൾ നാളെ നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻ ആക്കാം ടെൻസിന്റെ കേട്ടോ. നാളത്തെ ക്ലാസ്സിലൂടെ ടെൻസ് വെള്ളം പോലെ ആവും. നാളെ നമുക്ക് ഒരു 10-50, 50, 100 ചെയ്യാൻ പറ്റും, 100 ചെയ്യണം. പക്ഷെ ഇന്നത്തെ റൂൾസ് എല്ലാം ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ് ടെൻസ് ആണ് വിൽ ഹാവ് ബീൻ പ്ലസ് വെർബിന്റെ ing, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് ടു എക്സ്പ്രസ് an action which will be going on over a period of time and will end in the future. പണ്ടെപ്പോഴോ തുടങ്ങിയ ഒരു പ്രവൃത്തി ആവാം, നമ്മൾ പറയുന്ന സമയത്തും അത് തുടരുന്നുണ്ട്. അത് ഫ്യൂച്ചറിൽ മാത്രമേ അവസാനിക്കൂ. ഒരു പോയിന്റിൽ ആരംഭിക്കുകയും കുറെ തുടരുകയും അത് ഫ്യൂച്ചറിൽ മാത്രം അവസാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. when I turn 30, എനിക്ക് 30 വയസ്സാകുമ്പോൾ ആയോ? ഇല്ല. I will have been playing piano for 20 years. ഞാൻ പിയാനോ വായിക്കാൻ തുടങ്ങി 20 കൊല്ലമാവും. അപ്പൊ പണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് 25 വയസ്സാന്ന് വിചാരിക്കും. അപ്പൊ 30 വയസ്സാകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇനി 5 കൊല്ലം കിടക്കുന്നുണ്ട്. 5 കൊല്ലം കഴിയുമ്പോൾ 20 കൊല്ലമാവും ഞാൻ പിയാനോ വായിച്ചിട്ട്. അപ്പൊ 15 കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര വയസ്സ് തുടങ്ങിയിട്ടുണ്ട്? 10-ാം വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ 10-ാം വയസ്സിൽ തുടങ്ങിയത് 25-ാം വയസ്സായി എപ്പോഴും തുടരുന്നു, 30-ാം വയസ്സിലെ തീരും. അതല്ലേ ഉദ്ദേശിച്ചത്? പണ്ടെപ്പോഴോ തുടങ്ങിയത് ഇപ്പോഴും നടക്കുന്നു, ഭാവിയിൽ മാത്രമേ അവസാനിക്കുമെങ്കിൽ അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പരീക്ഷയ്ക്ക് എങ്ങനെ വരാൻ നോക്കാം. ചോദ്യം 1 ഇത്തവണ ആതിര. ഒന്ന് ആൻസർ വായിച്ചിട്ട് ആൻസർ പറഞ്ഞേ. I dash teaching for 15 years by the next January. ബൈ ദ നെക്സ്റ്റ് ജാനുവരി എന്ന് എന്ത് മനസ്സിലായി? ഫ്യൂച്ചർ ആണ് മനസ്സിലായി അല്ലേ? Future. ഇനി ഇവിടെ ഫോറും സിൻസും കണ്ടാൽ എന്ത് മനസ്സിലാവും? ഫോർ 15 years, 15 കൊല്ലമായിട്ട്. പെർഫെക്റ്റ് കണ്ടിന്യൂസിനാണല്ലോ നമ്മൾ അത് ഉപയോഗിക്കുക. ഫോറും സിൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഓക്സിലറി എന്താ? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഓക്സിലറി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. വെർബിന്റെ ing. വെരി ഗുഡ്. വെർബിന്റെ ടീച്ചിങ് ing ഇവിടെ ഉണ്ട്. അപ്പൊ ഷാൽ ഹാവ് ബീൻ. ഇപ്പൊ മനസ്സിലായോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ, ഈ കൊല്ലത്തിന്റെ അവസാനത്തോടെ ഐ നോ ഡാഷ് സ്റ്റുഡന്റ് ഇൻ സ്കൂൾ. ഇത് ഈ ഭാഗത്ത് വരുന്ന ചോദ്യമല്ല എങ്കിലും നമുക്കത് വിൽ ഹാവ് ബീൻ അല്ലെ, അതായത് നൗൺ ആയതുകൊണ്ടാണ് അത് വിടാം. ക്വസ്റ്റ്യൻ നമ്പർ 3. They dash talking for over an hour by the time Thomas arrives. By the time Thomas arrives എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലായി? അത് ഫ്യൂച്ചർ ആണ് മനസ്സിലായി. 4 കണ്ടപ്പോ എന്ത് മനസ്സിലായി? പെർഫെക്റ്റ് ആണ് മനസ്സിലായി. പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് നമ്മൾ ഹാസ് ഹാവ് ബീൻ അല്ലെ? ഹാവ് ബീൻ പ്ലസ് ing. ഫ്യൂച്ചറിലാവുമ്പോ വില്ല് അല്ലെങ്കിൽ ഷാള്. അപ്പൊ ഇവിടെ ആൻസർ ഏതാ? will have been talking. യെസ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാ ടെൻസുകളും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളെ ഒന്ന് ഓടിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നാളെ വരാൻ. നാളെ നമ്മള് ഈ പറഞ്ഞ എല്ലാ 12 ടെൻസുകളെയും മിക്സ് ചെയ്തുകൊണ്ട് PSC ചോദിച്ച ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കും.